മുരളിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചോളം ഇന്ന് നമുക്ക് ശ്രേഷ്ഠമായ ഒരു ദിനം കൂടിയാണ്. മാലിന്യ നിർമ്മാർജ്ജനം, രക്തദാനം എന്നിങ്ങനെ മഹത്തായ സന്ദേശങ്ങൾ നമ്മളിലേക്ക് പകർന്നു തന്നുകൊണ്ട് നമ്മുടെ വിശിഷ്ട വ്യക്തികൾ വളരെ മനോഹരമായാണ് ഇന്നിവിടെ ക്ലാസ് നയിച്ചത്. നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നാം മുഖേന ഉണ്ടാകുന്നു എന്നൊരു വ്യക്തമായൊരു ധാരണ നമ്മളിലേക്ക് പകർന്നു തരികയാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു പ്രധാന ഉള്ളടക്കം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ് ഇവിടെ നയിക്കാൻ തന്നെ കാരണം നമ്മുടെ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ മൂലമാണ്. ഇന്ന് ഈ ക്ലാസ്സിന് നമുക്ക് എല്ലാവിധ സജ്ജീകരണം ചെയ്തു തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ക്ലാസ്സിന്റെ എല്ലാ പ്രവർത്തന മേഖലകളും സജീവമായി പ്രവർത്തിക്കുകയും ഈ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ജേക്കബ് ജോൺ സാറിനോടുള്ള നന്ദി അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും നമ്മുടെ എല്ലാ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി ഷൈനി ഷാജി മാഡത്തിനോടുള്ള നന്ദി അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. മഴക്കാല ബോധവൽക്കരണ ക്ലാസുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ ആശ മാഡവും ഡോക്ടർ സന്തോഷ് സാറിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ഇതിനെല്ലാം പുറമെ ഈ വേദിയുടെ എല്ലാ സജ്ജീകരണ സാന്നിധ്യമായ നമ്മുടെ സ്കൂളിലെ NSS യൂണിറ്റാണ്. ഇതിന് എല്ലാവിധ ശക്തി ആർജിച്ചു തന്ന ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ആദരണീയനായ NSS പ്രോഗ്രാം ഓഫീസർ ബിനുസാറിനോടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇതിന് പിന്നെ പ്രവർത്തിച്ച എല്ലാ NSS വോളണ്ടിയേഴ്സിനോടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ ഈ പ്രവർത്തനത്തിന്റെ വിജയത്തിനായി ഇതിൽ പിന്നിൽ അക്ഷമയം പ്രവർത്തിച്ച നമ്മുടെ മരിയ ടീച്ചർ, ലിസ മിസ്, എന്നീ ടീച്ചർമാരോടും മറ്റ് അധ്യാപകരോടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇതിന്റെ ശ്രേതാക്കളായിക്കൊണ്ട് അറിവിനെ കാംക്ഷിക്കുന്ന നിങ്ങളേവർ, ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ നിറസാന്നിധ്യമാണ്. നിങ്ങളേവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് സമാഹരിക്കുന്നു.